സെൻട്രൽ ഒറ്റിഗോൺ എന്ന ഗ്രാമത്തിൽ അനിമൽ ഡ്രോണി എന്ന വൈറസ് പടർന്നു പിടിക്കുന്നു. ഇതുകാരണം അവിടെയുള്ള ചില പ്രദേശവാസികൾ ചെന്നായിയായി മാറുന്നു. ഇതൊന്നുമറിയാതെ നമ്മുടെ നായകനും കുടുംബവും ഈ ഗ്രാമത്തിൽ അകപ്പെടുന്നു. തുടർന്ന് ഈ ഗ്രാമത്തിനുള്ളിൽ നടക്കുന്ന വിചിത്രമായ സംഭവങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. സിനിമ തുടങ്ങുന്നത് സെൻട്രൽ ഒറ്റിഗോൺ എന്ന മനോഹരമായ ഗ്രാമപ്രദേശത്തെ കാണിച്ചുകൊണ്ടാണ്. ഈ ഗ്രാമത്തിൽ 1997 ട്രക്കിങ്ങിനായി വന്ന ഒരു വിദേശിയെ കാണാതാവുകയും തുടർന്ന് ആ ഗ്രാമത്തിൽ അനിമൽ ഡ്രോണി എന്ന വൈറസ് പടർന്നു പിടിച്ചിരുന്നു എന്ന കുറിപ്പോടെയാണ് സിനിമ തുടങ്ങുന്നത്. ഇത് ബ്ലാക്ക് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. ഇത് അവന്റെ പിതാവ് ഗ്രേഡി. ഇവർ രണ്ടുപേരും ഇന്ന് കാട്ടിലേക്ക് വേട്ടയാടാൻ പോകുകയാണ്. ഗ്രാമത്തിന്റെ ഹൃദയഭാഗമാണ് സെൻട്രൽ ഒറ്റിഗോൺ. ഇവിടത്തെ കാഴ്ചകൾ നീ ഒരിക്കലും മറക്കുകയില്ല എന്ന് ഗ്രേഡി അവനോട് പറയുന്നു. ഇരുവരും കാടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. കാടിനു ചുറ്റുമുള്ള വിഷക്കൂണുകളിൽ കൈവെക്കരുത് എന്ന് അവനോട് ഗ്രേഡി പറയുന്നു. എന്നാൽ ബ്ലാക്ക് കുസൃതി നിറഞ്ഞ കുട്ടിയാണ്. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. അതിനാൽ തന്നെ ഗ്രേഡിയിൽ നിന്ന് ധാരാളം വഴക്ക് അവന് ലഭിക്കുമായിരുന്നു. ഗ്രേഡി ആളൊരു ചൂടനായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. ഇതിനിടയിൽ ഇരുവരുടെയും മുന്നിലൂടെ ഒരു മാൻ പോകുന്നതായി അവർ കണ്ടു. ഗ്രേഡി മാനിനെ ലക്ഷ്യം വെച്ച് നിന്നെങ്കിലും അതിനെ വെടിവെച്ചിടാനുള്ള അവസരം അവന് ലഭിച്ചില്ല. പക്ഷേ ആ മാനിനെ വിടാൻ ബ്ലാക്ക് തയ്യാറായില്ല. അതിന്റെ പുറകെ തന്നെ അവനും ഓടുകയായിരുന്നു. അവൻ പോയത് ഗ്രേഡി അറിഞ്ഞിരുന്നില്ല. ഇതിനാൽ തന്നെ വല്ലാത്ത ക്ഷോഭിതനായ ഗ്രേഡി അവനെ അന്വേഷിച്ച് പുറകെ പോകുന്നു. മാനിനെ ലക്ഷ്യം വെക്കുന്നതിനിടെ ബ്ലാക്ക് അപൂർവമായ ഒരു ജീവിയെ കാണുന്നു. അതിന് രണ്ടു കാലും കൈയുമുണ്ട്. ഏതാണ്ട് മനുഷ്യനെ പോലെ തന്നെ തോന്നിക്കും. അതിനെ കണ്ടു തികച്ചും പരിഭ്രാന്തനായി നിന്ന് അവന്റെ അടുത്തേക്ക് ആ ജീവി നടന്നുവരുന്നതായുള്ള കാൽനട ശബ്ദം അവന് കേൾക്കാമായിരുന്നു. അവൻ കാടിനു ചുറ്റും നോക്കിയെങ്കിലും പക്ഷേ ഒന്നിനെയും അവന് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്നൊരു കൈ വന്നു അവനെ പിടിക്കുകയുണ്ടായി. അവന്റെ പിതാവ് ഗ്രേഡി ആയിരുന്നു അത്. ഇരുവരെയും ലക്ഷ്യം വെച്ച് എന്തോ ഒരു ജീവി അലറുന്നതായി അവർക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇരുവരും അടുത്തുള്ള വാച്ച് ടവറിലേക്ക് ഓടിക്കേറുന്നു. അവർക്ക് ചുറ്റും ആ ജീവിയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതിനാൽ അതിനെ വെടിവെച്ച് കൊല്ലാൻ തന്നെ ഗ്രേഡി തയ്യാറായി. എന്നാൽ ആ ജീവി അകത്തേക്ക് കടക്കാതെ വാച്ച് ടവറിന്റെ ഡോറിൽ ശക്തമായ അടിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കൂടാതെ ബ്ലാക്ക് ലക്ഷ്യം വെച്ചിരുന്ന മാനിനെ ആ ജീവി ഭാഗികമായി ഭക്ഷിക്കുകയായിരുന്നു. അതിനെ അപ്പോൾ തന്നെ വെടിവെച്ച് വീഴ്ത്താൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വല്ലാതെ ഭയപ്പെട്ട ഇരുവരും തിരികെ വീട്ടിലെത്തി. അന്ന് രാത്രി തന്നെ ഗ്രേഡി ബേസ്മെന്റിലുള്ള തന്റെ റേഡിയോ ഉപയോഗിച്ച് ഗ്രാമത്തിനു പുറത്തുള്ള സഹപ്രവർത്തകരെ നടന്ന കാര്യങ്ങൾ അറിയിച്ചിരുന്നു. ഞാൻ അതിനെ കണ്ടെന്നും അതിന് ഇരുകാലുകളുണ്ടെന്നും ഗ്രേഡി പറയുന്നത് ബ്ലാക്ക് പുറകിൽ നിന്ന് കേൾക്കുന്നു. ഈ സംഭാഷണങ്ങൾക്ക് ഇടയിൽ ഗ്രേഡിയുടെ കയ്യിലുള്ള ഒരു ടാറ്റോ കാണാം. ഇനി 30 വർഷങ്ങൾക്ക് ശേഷമുള്ള ബ്ലാക്കിന്റെ ജീവിതമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ അവനൊരു കുടുംബമുണ്ട്. ഇത് അവന്റെ മകൾ ജിഞ്ചർ. വളരെ കുസൃതി നിറഞ്ഞ കുട്ടിയാണ്. അവൾക്ക് ഇപ്പോൾ തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അവൾ വാശി പിടിക്കുന്നു. നഗരപ്രദേശത്തിന്റെ തിരക്കിനിടയിൽ അവൾ ഒരാളെ ഇടിക്കുകയും ചെയ്തു. ബ്ലാക്കിന്റെ കയ്യിൽ നിന്ന് നല്ലപോലെ വഴക്ക് കിട്ടിയ ജിഞ്ചർ കരയുമെന്ന് ഉറപ്പായതോടെ ബ്ലാക്ക് അവളെ ആശ്വസിപ്പിക്കുന്നു. അവൾക്ക് തന്റെ മനസ്സ് വായിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്നും താൻ എന്താണ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്ന് അവളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ അവന്റെ തലയിൽ കൈവച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു, തന്റെ കുഞ്ഞുകുട്ടിയെ അവൻ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന്. ഇത് കണ്ട് ആശ്ചര്യത്തോടെ ബ്ലാക്ക് അവളോട് പറഞ്ഞു, നിനക്കിത് എങ്ങനെ സാധിക്കുന്നു? ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം ഇങ്ങനെ കണ്ടുപിടിച്ചു പറയാൻ. തുടർന്ന് ഇരുവരും വീട്ടിലേക്ക് മടങ്ങുന്നു. ഇത് ബ്ലാക്കിന്റെ ഭാര്യ ചാർലറ്റ്. അവൾ കുറച്ച് ഡോക്യുമെന്റും ഒരു താക്കോലും അവന് കൈമാറുന്നു. ആ ഡോക്യുമെന്റിനുള്ളിൽ ഗ്രേഡിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേഡിക്ക് എന്തോ സംഭവിച്ചിരുന്നു. ഇതിന്റെ തുടർക്കഥയായി അവർ തിരികെ സെൻട്രൽ ഒറ്റിഗോൺ എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്ലാക്ക് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതിനാൽ തന്നെ വീട്ടിലേക്കുള്ള വഴി അവൻ മറന്നിരുന്നു. വഴിയരികിൽ വെച്ച് തന്റെ പഴയ സുഹൃത്തായ ഡെറിക്കിനെ കാണുകയും അദ്ദേഹത്തിന്റെ സഹായത്തോടെ അവർ യാത്ര തുടങ്ങുന്നു. നേരം വൈകിയത് കാരണം കാട്ടിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. ഡെറിക്കിന്റെ കയ്യിൽ ഒരു തോക്ക് ഉണ്ടായിരുന്നു. അത് എന്തിനാണ് അവൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിനു മുമ്പ് തന്നെ വാഹനത്തിന്റെ മുന്നിലേക്ക് ഒരു ജീവി ചാടി വീഴുന്നു. ഇതിനെ കണ്ടു ഭയന്ന ബ്ലാക്കിന്റെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു വീഴുന്നു. വാഹനം ചരിഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു വീണത്. അതിനാൽ ഡോറ് തുറക്കുന്നത് അപകടമാണ്. എന്നാൽ ഡെറിക്ക് ഇത് ശ്രദ്ധിക്കാതെ ഡോർ തുറക്കുന്നു. ഉടൻ തന്നെ അവൻ താഴെ പതിക്കുകയും ചെയ്തു. ആ ഭീകരജന്തു ഇവരെ പിന്തുടർന്ന് അവിടെ എത്തിയിരുന്നു. ചാർലറ്റിനോടും ജിഞ്ചറിനോടും വാഹനത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് കയറാൻ ആവശ്യപ്പെടുന്നു. ഉടൻ തന്നെ ഭീകരജീവി ഡെറിക്കിനെ ക്രൂരമായി വേട്ടയാടുന്നു. ഇത് കണ്ട ബ്ലാക്ക് വാഹനത്തിന്റെ ഡോർ അടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ കൈയിലേക്ക് ആ ജീവി ആഞ്ഞടിക്കുകയും ചെയ്തു. വല്ലാതെ പരിഭ്രാന്തരായ മൂവരും അവരുടെ വീടിനെ ലക്ഷ്യമാക്കി കാട്ടിൽ കൂടെ ഓടുകയാണ്. എന്നാലും ഭീകരജീവിയുടെ ഭയപ്പെടുത്തുന്ന ശബ്ദം ആ വനത്തിനു ചുറ്റും കേൾക്കാമായിരുന്നു.
വീട്ടിനുള്ളിൽ കയറിയ ബ്ലാക്ക് ജനലും വാതിലും സുരക്ഷിതമായി അടച്ചിടാൻ മറന്നിരുന്നില്ല. വീടിന്റെ ബേസ്മെന്റിൽ ഇറങ്ങിയ ബ്രേക്ക് ജനറേറ്റർ ഓണാക്കി വീട്ടിൽ വൈദ്യുതി എത്തിച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തികച്ചും പരിഭ്രാന്തയായ ജിഞ്ചറിനെ അവൻ ആശ്വസിപ്പിച്ചു. തന്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന റേഡിയോയിലൂടെ പട്ടണത്തിലുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ റേഡിയോയിൽ നിന്ന് മറുപടി ഒന്നും ലഭിക്കുന്നില്ല. ബേസ്മെന്റിനോട് ചേർന്നുള്ള മറ്റൊരു റൂമിൽ മാംസം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി അവൻ കണ്ടു. അതിൽ നിന്നും ഒരു ഭാഗമെടുത്ത് അവൻ ഭക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവൻ പ്രതീക്ഷിക്കാതെ തന്നെ അവന്റെ വായിൽ നിന്ന് രക്തം വരുകയും വായിലെ പല്ലുകൾ അടർന്നു താഴെ വീഴുകയുമാണ് ചെയ്തത്. ബ്ലാക്കിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതിന്റെ ആദ്യ ലക്ഷണമാണിത്. കൈയിലെ മുറിവുകൾക്ക് മരുന്നുവെച്ചു നൽകാനും അവൾ മറന്നിരുന്നില്ല. ബ്ലാക്കിന്റെ കാഴ്ചശക്തി പതിവിൽ നിന്ന് വ്യത്യസ്തമായി മാറുന്നു. അവന് കൂരിരുട്ടിലും കാഴ്ചശക്തി മനുഷ്യനുള്ളതിനേക്കാൾ കൂടുതലായിരുന്നു. വീടിന്റെ മുകളിൽ ആരോ നടക്കുന്നത് അവന് കേൾക്കുമായിരുന്നു. പക്ഷേ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ചിലന്തിയായിരുന്നു അത്. ഇത്രയും ചെറിയ ജീവിയുടെ ശബ്ദം പോലും അവന് കേൾക്കാൻ കഴിയുമായിരുന്നു. വീടിന്റെ പുറത്ത് ആരോ അവരെ ലക്ഷ്യം വെച്ച് നടക്കുന്നതായി അവന് തോന്നി. പക്ഷേ വന്നത് ആ ഭീകരജീവിയായിരുന്നു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ബ്ലാക്കിന്റെ കൈയിൽ ആഴത്തിലുള്ള മുറിവുണ്ടായി. എന്നാൽ കയ്യിൽ കിട്ടിയ ചുറ്റിക ഉപയോഗിച്ച് ചാർലറ്റ് ആ ഭീകരജീവിയെ പ്രതിരോധിച്ചു. ശാരീരികമായി വളരെ അവശനായ ബ്ലാക്ക് അവിടെ ബോധരഹിതനായി വീഴുന്നു. തിരികെ ബോധം വന്നപ്പോൾ അവൻ തന്റെ കുടുംബത്തെ അന്വേഷിച്ച് ബേസ്മെന്റിലേക്ക് പോകുന്നു. അവന്റെ കാഴ്ചയ്ക്ക് വല്ലാതെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചുറ്റും നീലമയമുള്ള കാഴ്ചകളാണ് അവന് കാണാൻ കഴിയുന്നത്. ചാർലറ്റ് റേഡിയോയിലൂടെ സഹായമർപ്പിക്കുന്നത് അവൻ കേൾക്കാമായിരുന്നു. തന്റെ ഭർത്താവിന് അപകടം പറ്റിയെന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരണമെന്നും അവൾ അപേക്ഷിക്കുന്നു. ക്ഷീണിതനായ ബ്രേക്കിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് കടക്കുന്നു. അവന്റെ മുടികളെല്ലാം കൊഴിഞ്ഞു വീഴുന്നു. അപ്പോഴത്തേക്കും അവന് സംസാരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കാർക്കും മനസ്സിലാകുന്നില്ല. ഒരു പേനയും പേപ്പറുമായി ചാർലറ്റ് അവന്റെ അടുത്തെത്തി. പറയാൻ കഴിയില്ലെങ്കിൽ എഴുതി കാണിക്കൂ എന്നായിരുന്നു അവളുടെ അപേക്ഷ. ഇരുവരെയും സങ്കടത്തിലാഴ്ത്തുന്ന രീതിയിൽ അവൻ ആ പേപ്പറിൽ എഴുതി, താൻ മരിക്കാൻ പോകുന്നു എന്ന്. ഇത് കണ്ട് പൊട്ടിക്കരയുന്ന ചാർലിനെ ബ്ലാക്ക് നോക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ശരിക്കും മനുഷ്യന്റെ കണ്ണിലൂടെ കാണുന്നതിനപ്പുറം വിചിത്രമായ രീതിയിലാണ് അവൻ അവരെ കാണുന്നത്. മുറിവ് പറ്റിയ കയ്യിൽ നിന്നും ചോര വാർന്നൊഴുകുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. രക്തവും ഇളകിയ മാംസവും കണ്ട ഉടനെ ആർത്തിയോടെ അവന്റെ സ്വന്തം കൈ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങി. അവന്റെ ആരോഗ്യനില മോശമാകുന്നത് കാരണം അവർ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വീടിനു പുറത്തുണ്ടായിരുന്ന കാർ റിപ്പയർ ചെയ്ത് അതിൽ കയറി രക്ഷപ്പെടാനായിരുന്നു അവർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ അവിടെ വീണ്ടും പാളിച്ചയുണ്ടായി. അവരെ ആക്രമിക്കാനായി വിചിത്ര ജീവി അവിടേക്ക് വീണ്ടും എത്തി. കാറിൽ നിന്ന് ഇറങ്ങി ഓടിയവർ പാം ഹൗസിലേക്ക് അഭയം തേടി. തിരികെ വീട്ടിലേക്ക് ഓടിക്കയറാൻ അവരോട് ബ്ലാക്ക് ആവശ്യപ്പെടുന്നു. ആ ഭീകരജീവിയുടെ ശ്രദ്ധ തിരിച്ചുവിട്ട ശേഷം ബ്ലാക്ക് വീട്ടിലെത്തിയപ്പോൾ അവൻ പൂർണ്ണമായി ഒരു ചെന്നായിയുടെ രൂപത്തിലായി മാറി. ആരും പ്രതീക്ഷിക്കാതെ ആ വിചിത്ര ജീവി അവരുടെ വീട്ടിലേക്ക് കടന്നാക്രമിക്കുന്നു. ആ വിചിത്ര ജീവിയുടെ ആക്രമണത്തിൽ ബ്ലാക്കിന് അതിക്രൂരമായി മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ചാർലറ്റിനെ കൊണ്ട് കഴിയുന്ന വിധം അവൾ പ്രതിരോധിച്ചു നിന്നെങ്കിലും അത് തുടരാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ ആ വിചിത്ര ജീവിയുടെ കഴുത്തിൽ ആഞ്ഞു കടിച്ചു ബ്ലാക്ക് കൊലപ്പെടുത്തുന്നു. ആ വിചിത്ര ജീവിയുടെ കയ്യിൽ ഒരു ടാറ്റോ പതിച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വിചിത്ര ജീവി അവന്റെ പിതാവ് ഗ്രേഡി ആയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്നാൽ 1997 ശേഷം ആ പ്രദേശത്ത് ഒരു വൈറസ് ഉണ്ടായിരുന്നു. ആ വൈറസു കാരണം അവിടെ ഉണ്ടായിരുന്ന ചില മനുഷ്യർ ചെന്നായി മനുഷ്യരായി മാറിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഗ്രേഡിക്ക് ഈ രൂപമാറ്റമുണ്ടായത്. മാനസികമായി തളർന്ന ബ്ലാക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി. ചെന്നായിലേക്കുള്ള അവന്റെ രൂപമാറ്റമാണ് ഈ കാണുന്നത്. തികച്ചും ചെന്നായിയായി രൂപം മാറിയ അവൻ തന്റെ കുടുംബത്തെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ബ്ലാക്കിനെ ഭയന്ന് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോടി. അവരെ പിന്തുടർന്നുകൊണ്ട് അവൻ പുറകെ ഉണ്ടായിരുന്നു. അവരെ പിന്തുടരുന്നതിനിടയിൽ അവന്റെ കാൽ ഒരു കെണിയിൽ വീഴുന്നു. തികച്ചും ഭാവവ്യത്യാസമില്ലാതെ സ്വന്തം കാലിനെ അവൻ മുറിച്ചു മാറ്റുന്നു. മുറിഞ്ഞ കാലുമായി അവൻ അവരുടെ പിന്നാലെ ഇഴഞ്ഞു നീങ്ങി. ചാർലറ്റ് ഉൾക്കാട്ടിലേക്ക് കയറുന്നു. അവർ കഴിഞ്ഞ ദിവസം വന്ന അവരുടെ വാഹനത്തിന്റെ അടുത്തേക്കായിരുന്നു എത്തിയത്. അവിടെ നിന്ന് അവർക്കൊരു തോക്ക് ലഭിക്കുന്നു. ഇത് ഡെറിക്കിന്റെ തോക്കായിരുന്നു. ഈ തോക്കുമായി അവർ അടുത്തുള്ള വാച്ച് ടവറിലേക്ക് കയറി. പ്രതീക്ഷിച്ചതുപോലെ അവരെ പിന്തുടർന്ന് ബ്ലാക്ക് അവിടെ എത്തിയിരുന്നു. മനസ്സിലാ മനസ്സോടെ അവന് നേരെ ചാർലറ്റ് തോക്ക് ചൂണ്ടി. അവസാനം അവനെ വെടിവെച്ചു വീഴ്ത്തുന്നു. ബ്ലാക്കിന് യാത്ര നൽകി അവർ സെൻട്രൽ ഒരിഗോണിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. സിനിമ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള സിനിമകൾ കാണുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.